അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബു ആണ് ജിദ്ദയിലെ ഭാരതിലുള്ള ന്യൂ ട്രാവൽസ് നിന്ന്. ജിദ്ദയിൽ നിന്ന്, റിയാദിൽ നിന്ന്, ദമാമിൽ നിന്ന്, ദുബൈയിൽ നിന്ന്, മസ്കത്തിൽ നിന്ന്, ദോഹയിൽ നിന്ന്, ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക്, ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു എയർപോർട്ട് വഴി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, എവിടെയാണോ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് വന്നിറങ്ങി ഡൊമസ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ആ പോയിന്റിലാണ് നമ്മൾ ലഗേജ് എടുക്കേണ്ടി വരിക. അവിടെയായിരിക്കും ഇമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും എല്ലാം ഉണ്ടായിരിക്കുക. സപ്പോസ് ജിദ്ദയിൽ നിന്ന് മുംബൈ വഴി കാലിക്കറ്റിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിന് ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, മുംബൈയിലാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവിടെയാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ അറൈവൽ. അവിടെയാണ് നമ്മൾ ലഗേജ് എല്ലാം എടുക്കേണ്ടത്. കസ്റ്റംസ് ക്ലിയറൻസും ഇമിഗ്രേഷനും എല്ലാം മുംബൈയിലാണ് ഉണ്ടായിരിക്കുക. ഒരു പാസഞ്ചർ ജിദ്ദയിൽ നിന്ന് ഡൽഹി വഴി ലക്നൌവിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, ഡൽഹിയിലാണ് ലഗേജ് എടുക്കേണ്ടത്. അവിടെയാണ് ക്ലിയറൻസ് എല്ലാം ഉണ്ടായിരിക്കുക. ഡൽഹിയിലാണ് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സപ്പോസ് ഒരു പാസഞ്ചർ ദുബൈയിൽ നിന്ന് മുംബൈ വഴി പട്നയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, മുംബൈയിലാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ലഗേജ് എല്ലാം എടുക്കേണ്ടത്. കസ്റ്റംസ് ക്ലിയറൻസും ഇമിഗ്രേഷനും എല്ലാം അവിടെയായിരിക്കും. അതായത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് നമ്മൾ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്ത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് യാത്ര ചെയ്ത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് നമ്മളെ കണക്റ്റിംഗ് പോയിന്റിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലഗേജ് എടുത്ത് നമ്മൾ ട്രാൻസ്ഫർ ഡെസ്കിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം, അവിടെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പോവുക. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കസ്റ്റംസ് ക്ലിയറൻസോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ലഗേജ് എടുത്ത് നമുക്ക് പുറത്തു പോകാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.